ഹായ് ഹലോ, കുറേ നാളായിട്ട് ശ്രദ്ധിക്കാൻ എൻ്റെ ഫേസൊക്കെ കംപ്ലീറ്റ്ലി ഡാർക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടൊരു ഐറ്റാണ് എവർ യൂത്തിൻ്റെ നാച്ചുറൽ ഗ്ലോ ഓറഞ്ച് പീൽ ഓഫ് മാസ്ക്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരെണ്ണം മേടിച്ചു കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല, റേറ്റ് കാണാനും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതൊരെണ്ണം മേടിച്ചു. 50 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അപ്പോൾ 25 ഗ്രാമാണ്. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം ഫേസ് ഫുള്ളായിട്ട് അതുപോലെ തന്നെ നെക്കൊക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ നെറ്റ് കണ്ടില്ലേ, ശരിക്കും കുഞ്ഞിലേ തൊട്ട് എൻ്റെ നെറ്റ് ഇങ്ങനെയാണ് കേട്ടോ. അമ്മ പറയുക ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ അത്രയും വലിയ നെറ്റിയാണ് കേട്ടോ എൻ്റെത്. അപ്പോൾ എന്തായാലും ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് ഏകദേശം 15-20 മിനിറ്റോളം കഴിഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞിട്ടും എൻ്റെ കവളൊന്നും അങ്ങോട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിൽ കൂടുതൽ ടൈം വെക്കണ്ട, 15 അല്ലെങ്കിൽ 20 മിനിറ്റാണ് കേട്ടോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈം മതിയെന്ന് വിചാരിച്ച് 20 മിനിറ്റ് കൂടുതലായപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പതിയെ ഒന്ന് വലിച്ചിളക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴുത്തിൽ ഇളക്കി വന്ന ടൈമിലാണ് ഞാൻ താടിയെക്കുറിച്ച് ഓർത്തത്. എൻ്റെ താടിയിൽ എന്താ പറയുക, ശരിക്കും താടി കിളിർത്ത് വന്നിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ ത്രെഡൊക്കെ ചെയ്യുന്ന ടൈമിൽ അതങ്ങ് എടുത്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി പറയുകയാണ്, അങ്ങനെ എടുത്ത് കളയരുത്, നമുക്ക് ധനനഷ്ടമാണ്. അതായത് നമ്മുടെ ഒരുപാട് കാശിൻ്റെ ഒരു ഇതാണ് കേട്ടോ, എന്താ നമുക്ക് ഒരുപാട് പൈസ വരുന്നതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ നന്നായിട്ട് വൈറ്റ് സ്പോട്ടൊക്കെ ഇളകി വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നില്ല, നന്നായിട്ട് വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ അപ്പോൾ ആൻറ്റീനോട് പറയാം അങ്ങനെ ഇതാ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പിന്നീട് ആലോചിച്ചു. അപ്പോൾ ഞാനൊന്നും പറയാൻ പോയില്ല. അപ്പോൾ ഓക്കെ പറഞ്ഞു. പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അപ്പോൾ ഈ സിനിമാ നടിമാരും അങ്ങനെയുള്ളവരും ഒക്കെ ഇത് ഒക്കെ ഈ ഫേസിലൊക്കെ ഉള്ള രോമങ്ങളൊക്കെ എടുത്ത് കളയും. താടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ അത് വെച്ചിട്ട് നടക്കുമോ, ഇല്ലല്ലോ, എടുത്ത് കളയുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്കൊന്നും ഈ ഒരു വിഷയമില്ലേ, അപ്പോൾ അവർക്കൊന്നും ധനപരമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ധനപരവിൻ്റെ എന്നുള്ള ചുമ്മാ ഓരോ അന്ധവിശ്വാസങ്ങളാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫേസും ഒക്കെ ഇളക്കാവുന്ന മാക്സിമം ഡ്രൈ ആയിട്ടിരുന്നൊക്കെ ഇളക്കാവുന്ന കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇനി എന്തായാലും വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിനി നേരെ പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. കാരണം ഇനി ഞാൻ വെറുതെ ഇങ്ങനെ വലിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വന്നു കേട്ടോ. ഇനി നമുക്ക് ഒരു ടിഷ്യൂ കൊണ്ട് നന്നായിട്ട് ഫേസ് ഞാനങ്ങ് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അത് പോയിട്ടുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ആ മാസ്കിൻ്റെ ആ ഫുള്ള് സംഭവങ്ങൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്ലോയും വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ആദ്യത്തെ ആ ഒരു ഇതിൽ നിന്ന് തന്നെ ഒരുപാട് ശരിക്കും എൻ്റെ ഫേസ് നല്ല ഡാർക്കായിരുന്നു കേട്ടോ. അതൊന്ന് നല്ലൊരു ബ്രൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് പൊട്ടോടെ വെച്ചാലേ ഉള്ളൂ കേട്ടോ ആ ഫേസിൻ്റെ ഇത് അറിയാൻ പറ്റുള്ളൂ എന്ന് എനിക്കൊരു ഡൗട്ട്. അങ്ങനെ അതോടെ വെച്ചപ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു ഫേസ് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇതിന് മൈലാഞ്ചി ഇട്ട് കുളമാക്കി വെച്ചിരിക്കുന്ന ഒരു കൈയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള ടാറ്റ ബൈ ബൈ.